ഹായ് ഫിഷി ഡോക്ടേഴ്സ്, നീറ്റ് 2025 ആണോ നിങ്ങളുടെ ലക്ഷ്യം? അപ്പോൾ ഈ എക്സാം ക്ലിയർ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുവേണ്ടി എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണോ നിങ്ങൾ? കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും ഞാൻ കോച്ചിങ് ഒന്നും എടുക്കാണ്ട് ഞാൻ സെൽഫ് സ്റ്റഡി തന്നെ ചെയ്ത് നല്ലൊരു റുട്ടീനും നല്ലൊരു ഡിസിപ്ലിൻഡ് ഇതൊക്കെ ആക്കിയിട്ട് ഞാൻ പഠിച്ചോളാം എന്നുള്ളത്. കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും ഇല്ല എനിക്ക് എന്താണെങ്കിലും കോച്ചിങ് വേണം, പക്ഷെ അത് റൈറ്റ് ഡിസിഷൻ ആണോ, ഈ ഒരു സമയത്ത് ഞാൻ ആ ഡിസിഷൻ എടുക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ഡിസൈഡ് ചെയ്യേണ്ടത്? അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നീറ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങളോട് പറയട്ടെ. നീറ്റ് 2024 കാര്യമാണ് ഞാൻ പറയുന്നത്. നീറ്റ് 2024 ഇപ്രാവശ്യത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 25 ലക്ഷം കുട്ടികളാണ്. 25 ലക്ഷത്തിൽ നമുക്ക് ലെറ്റ്സ് സേ ഒരു 23 ലക്ഷമൊക്കെ പരീക്ഷ എഴുതിയെന്ന് രജിസ്റ്റർ ചെയ്ത് 25 23 ലക്ഷം വരെ എഴുതിയെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാലോ മക്കളെ, എത്ര ലിമിറ്റഡ് നമ്പർ ഓഫ് ഗവൺമെന്റ് സീറ്റ്സ് ആണ് ഉള്ളത് എന്നുള്ളത്. അപ്പം അത്രയും ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് നീറ്റ് എന്ന് പറയുന്നത്. സെയിം അപ്ലൈസ് ടു JEE ഓൾസോ. ഓക്കെ, അപ്പോൾ ഈ കേരളത്തിന് പുറത്തേക്കുള്ള ഒരു ട്രെൻഡാണ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾ 11th തുടങ്ങുമ്പോൾ തന്നെ പലരും നമ്മുടെ സൈലത്തിന് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് ഒക്കെ ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് ചെയ്യുന്നവരുണ്ട്, പഠനത്തിനൊപ്പം തന്നെ നീറ്റ് കോച്ചിങ് ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ ഇപ്പോൾ 11th അത് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെയുള്ളവർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ ഡമ്മി സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു. അതായത് ഇവര് 11th മുതൽ അല്ലെങ്കിൽ 12th തുടങ്ങുന്നതിന് മുതൽ ഫുൾ ടൈം കോച്ചിങ്ങിന് അങ്ങ് ഓപ്റ്റ് ചെയ്യും. ഏതെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയി ഫീസൊക്കെ കൊടുത്ത് അവർ രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് എക്സാം എഴുതാൻ വേണ്ടി മാത്രം, പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോകുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു ലേറ്റസ്റ്റ് ഗവൺമെന്റ് റൂൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓൾ ഓവർ ഇന്ത്യയിലെ എഡ്യൂടെക് പ്ലാറ്റ്ഫോംസിലും ഒക്കെ ഒരു ജനറൽ റൂളാണ്, കോച്ചിങ്ങിലുള്ള ഒരു റൂളാണ്. കുട്ടികളെ അതിന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പാടില്ല. അതായത് ഈ ഡമ്മി സ്കൂൾ സിസ്റ്റം പറ്റില്ല. കുട്ടികൾ 12th 11th ഒക്കെ റെഗുലറായിട്ട് തന്നെ സ്കൂൾ അറ്റൻഡ് ചെയ്യണം. അതിനുശേഷമുള്ള സമയത്തിൽ മാത്രം അല്ലെങ്കിൽ അതിനുശേഷമുള്ള മാസങ്ങളിൽ മാത്രമേ കോച്ചിങ്ങിന് അവരെ ചേർക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ ഒരു റൂള് വന്നു. സോ ഡമ്മി സ്കൂളിലേക്ക് നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് അങ്ങ് ആപ്ലിക്കബിൾ അല്ല. എന്നാലും ഞാൻ പറയാണ്, അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. കാരണം റെഗുലർ ആയിട്ടുള്ള ഫൈനൽ സ്കൂൾ ഇയർ വരെ ത്യജിച്ചിട്ട്, സ്കൂളിലെ ആക്ടിവിറ്റീസ് വരെ ത്യജിച്ചിട്ട് ആളുകൾ പോയി പ്രിപ്പയർ ചെയ്യുന്ന എക്സാം ആണ് നമ്മുടെ നീറ്റൊക്കെ. അപ്പോൾ മക്കൾ ഈ എക്സാം എഴുതുമ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും, മിസ്സേ ഞാൻ ജസ്റ്റ് ഇപ്പം +2 കഴിഞ്ഞൊന്ന് എഴുതി നോക്കാം, എന്നിട്ട് അതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം, ഞാൻ അങ്ങനെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല, എനിക്കിപ്പം +2 നല്ലപോലെ ഫോക്കസ് ചെയ്യണം, നല്ലപോലെ ഫുൾ A+ ഒക്കെ മേടിക്കണം എന്നുണ്ട്, അല്ലെങ്കിൽ സ്കൂൾ എൻജോയ് ചെയ്യണം എന്നുണ്ട്, അതിനുശേഷമാണ് ഞാൻ നീറ്റിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുള്ളൂ. ഓക്കെ, പക്ഷെ നിങ്ങൾ എഴുതുന്ന ആ സമയം ഉണ്ടല്ലോ, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. വരുന്ന വർഷങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും ഒന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ എന്തിനാ വേസ്റ്റ് ആക്കുന്നത്? നമുക്കത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തൂടെ? അപ്പോൾ മക്കള് 11th എന്തോ ആയിക്കോട്ടെ, നല്ലപോലെ പഠിച്ചില്ല, സബ്ജക്റ്റ് ക്ലിയർ ആയില്ല, കോൺസെപ്റ്റ് അറിയില്ല, ഓക്കെ, എവറിത്തിങ് ഇസ് ഫൈൻ. ഓക്കെ, 12th നമുക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യണം എന്നുള്ള മക്കളാണ്. കുറേ പേര് പറയും ഞാൻ തന്നെ പഠിച്ചു നോക്കാം മിസ് എന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നീറ്റ് എക്സാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, കോമ്പറ്റീറ്റീവ്നെസ് മനസ്സിലാക്കണം, സിലബസിലെ മാറ്റങ്ങളുണ്ട്, അത് നമുക്കറിയണം. നിങ്ങൾ കുറേ പേര് CBSE ആയിരിക്കും, കുറേ പേര് സ്റ്റേറ്റ് സിലബസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്കറിയാം നീറ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് NCERT ബേസിസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരിക. NCERT നല്ലപോലെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. NCERT നമ്മൾ പഠിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എടുത്തു വെച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നും NCERT എസ്പെഷ്യലി ഫിസിക്സ് കെമിസ്ട്രി ഒന്നും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ എന്ത് വേണം, നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ വേണം, അല്ലെ? ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് NCERT മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയൽ വേണം. പിന്നെ ഇത് നമുക്ക് പഠിപ്പിച്ചു തരാൻ ഈ ഫീൽഡിൽ തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ വേണം. ഒരുപാട് നീറ്റ് ആസ്പിരൻസിനെ കോച്ച് ചെയ്ത എക്സ്പേർട്സ് നിങ്ങളെ പഠിപ്പിക്കണം. ഇതൊക്കെ നമുക്ക് എവിടെ കിട്ടും? നമ്മുടെ സൈലത്തിന്റെ സൂപ്പർ കിങ്സ് നീറ്റ് ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മക്കള് സെൽഫ് സ്റ്റഡി ചെയ്യാനാണെങ്കിൽ നല്ല കാര്യം, തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ട് ത്രൂ ഔട്ട് ദ ഇയർ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ സൂപ്പർ കിങ്സ് നീറ്റ് ബാച്ച്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വേറൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കായിട്ടുള്ള ഷെഡ്യൂൾ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 12th ഫുൾ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. പ്ലസ് നീറ്റ് എക്സാമിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമ്മളത് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യണം. കാരണം നമുക്ക് മാർക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ നമ്മുടെ ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുന്നു, അതിന് നമുക്ക് പ്രാക്ടീസ് വേണം. അപ്പോൾ അതിനുള്ള ടെസ്റ്റ് സീരീസ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ റെഗുലർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, റെഗുലർ ഇവാലുവേഷൻ. അപ്പം നിങ്ങൾ പഠിക്കുകയാണ്, നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കുകയാണ്, പ്ലസ് നിങ്ങൾ നിങ്ങളുടെ പെർഫോമൻസിനെ റെഗുലറായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിലെ ഒരു 3 മണിക്കൂറേ നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നുള്ളൂ. 24 മണിക്കൂറില്ലേ? യെസ്, അതിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നിങ്ങൾ സ്കൂളിൽ പോയിക്കോളൂ, സ്കൂൾ എൻജോയ് ചെയ്യൂ. നിങ്ങൾ സ്കൂൾ എൻജോയ് ചെയ്യണം എന്നാണ് എൻ്റെയും ആഗ്രഹം. അടിപൊളിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ 12th എൻജോയ് ചെയ്യണം. വൈകുന്നേരത്തെ ഒരു 3 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കുക, നീറ്റിന് വേണ്ടി മാറ്റി വെക്കുക. ഓക്കെ, ക്ലാസ് അറ്റൻഡ് ചെയ്യുക.
നീറ്റിന് വേണ്ടി മാത്രമല്ല അപ്പം നിങ്ങൾ മാറ്റി വെക്കുന്നത്. നിങ്ങൾ ട്യൂഷന് പോകണ്ട, വേറെ ട്യൂഷൻ നിങ്ങൾ കൊടുക്കുന്ന ഫീസൊക്കെ നമുക്ക് സേവ് ചെയ്തൂടെ? യെസ്. അപ്പം കാരണം സെയിം കോൺസെപ്റ്റുകൾ തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പം നമ്മുടെ ബോർഡ് എക്സാമിന് നാച്ചുറലി നമ്മൾ നന്നായിട്ട് സ്കോർ ചെയ്യും അല്ലേ? ഫുൾ 10%, 90% അല്ല, ഫുൾ A+ തന്നെ എൻ്റെ മക്കൾ സ്കോർ ചെയ്യും. പ്ലസ് നീറ്റും നമുക്ക് അടിപൊളിയായിട്ട് എഴുതാം. ബിക്കോസ് റിമെമ്പർ ചിൽഡ്രൻ, എവറി അറ്റംപ്റ്റ് യു ഡു, എവറി അറ്റംപ്റ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാണ്ടിരിക്കുക. വാട്ട് ഇഫ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ ക്ലിയർ ചെയ്താലോ? അപ്പം നീറ്റ് 2025 നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ വേസ്റ്റ് ആക്കില്ല, അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യും, ഡിസൈഡ് ചെയ്യുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്.